ഇത് എന്താ പറയുക, ഒരു ഹിഡൻ സ്പോട്ടാണ്. നമ്മുടെ കോട്ടയം ഇടുക്കി ബോർഡറിലുള്ള സ്ഥലമാണ്. കിടിലം സ്ഥലമാണ്. അപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ച കാണാം. അപ്പം ഇവിടെ ആ ഒരു നേരത്തെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ നിന്നൊരു ജീപ്പിലാണ് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾ അല്ലാണ്ട് പോയാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടെന്നാണ് ആ ജീപ്പ് ഓട്ടിക്കുന്ന ആൾ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പേരിൻ്റെ പ്രത്യേകത ഉള്ളത് ഈ ഒരു വീഡിയോയിലുള്ള ഒരു ഭാഗത്ത് ഞാൻ പറയുന്നതാണ്. ശരിക്കും ഈ റോഡെല്ലാം നല്ല ഇതാണ് കേട്ടോ. അതായത് ഈ റോഡെല്ലാം നല്ല ഇതാണ്. ആൻഡ് എന്താ പറയുക, ഈ ഒരു വീഡിയോ തുടർന്ന് കാഴ്ചകൾ കാണുക. നമ്മളങ്ങനെ റോഡിലിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. ഇത് ഞാൻ വണ്ടിയുടെ ബാക്കിൽ നിന്ന് എടുക്കുന്ന വിഷ്വൽസാണ്. ഇങ്ങോട്ടേക്കെല്ലാം ബസ്സുണ്ട്. പക്ഷേ എന്താ പറയുക, നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച് സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെ ബസ്സുള്ളൂ. അവിടെ നിന്ന് ജീപ്പ് വഴി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. എന്താ പറയുക, ജീപ്പിന് എന്താ പറയുക, റേറ്റെല്ലാം കുറച്ച് ഇതാണ്. പക്ഷേ എന്താ പറയുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. മഹാഭാരതത്തിൻ്റെ പാണ്ഡവാസ് ഒളിച്ച ഒരു സ്ഥലം ആണ് ഇത്. അതായത് അവർ വനവാസത്തിൽ പോയ സമയത്ത് അവർ ഈ ഒരു ഗുഹയിലാണ് അവർ താമസിച്ചത്. പിന്നെ എന്താ പറയുക, ഈ ഗുഹയ്ക്കകത്ത് എന്താ പറയുക, പോകുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ചുറ്റും വെള്ളം ആയിരിക്കും. അത് വെള്ളം എന്താ പറയുക, ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന എന്താ പറയുക, വെള്ളമാണ്. എന്താ പറയുക, കുറച്ച് ഇറങ്ങാൻ റിസ്ക് ഒന്നും ഇല്ല. ഈ ഒരു വഴി കൂടെയാണ് ഗുഹയിലേക്ക് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഗുഹയിലും നേരത്തെ കണ്ട ആ ഒരു നല്ല ഒരു ഏരിയൽ വ്യൂ ഉള്ള ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. വന്ന വഴി തന്നെയാണ് താഴോട്ട് പോകുന്നത്.
ഒരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് കിടിലം ഫോട്ടോസ് എല്ലാം എടുക്കാം. ആൻഡ് ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ നടന്ന് വന്നത്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എത്രത്തോളം നടന്നു വരണോ അത്രത്തോളം അടുത്ത ഭാഗം നിങ്ങൾ വീണ്ടും തിരിച്ച് ഇറങ്ങേണ്ടി വരും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വിട പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ആ ഒരു കോട്ടയം ഭാഗത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ഞാൻ കിടിലം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, സോ ഇതുപോലത്തെ പല ഈ സ്ഥലം ഫേമസ് ആണ്, പക്ഷേ എന്താ പറയുക എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തത്. സോ എന്താ പറയുക, എൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.